വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 35 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങൾ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരു നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റെന്തെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്കുറപ്പുണ്ട്. ഓർമ്മിക്കുക, വിശുദ്ധ അൽഫോൺസ് ലിഗോരി മെത്രാന്റെ ഓർമ്മ തിരുനാൾ അനുസ്മരിക്കുന്ന ഇന്നേ ദിവസം നമുക്കും ആ വിശുദ്ധന്റെ ജീവിതചര്യയെക്കുറിച്ച് ചിന്തിക്കാം. റിഡംപ്റ്ററിസ്റ്റ് സഭയുടെ സ്ഥാപകനായ അൽഫോൺസ് ലിഗോരി 1696 സെപ്റ്റംബർ 1-ാം തീയതി ഇറ്റലിയിലെ നേപ്പിൾസിനടുത്തുള്ള മരിയാനുച്ചയിൽ ജനിച്ചു. ഒരു നേവൽ ഓഫീസറായിരുന്ന പിതാവിന്റെയും ഭക്തയായ മാതാവിന്റെയും ഉത്തമ ശിക്ഷണത്തിൽ വളർന്നുവന്നു. തന്റെ 16-ാം വയസ്സിൽ നിയമബിരുദമെടുത്തു. തന്നെ ഏൽപ്പിച്ചിട്ടുള്ള കേസുകളൊന്നും പരാജയപ്പെടാതെ 10 വർഷം മുന്നേറി. ഒരു വലിയ കേസിന്റെ വലിയ രേഖകളൊന്നും പഠിക്കാതെ കേസ് വാദിച്ചു. എന്നാൽ ആ കേസിൽ പരാജയപ്പെട്ടു. അത് തന്റെ ജീവിതത്തിൽ വലിയ ആഘാതം സൃഷ്ടിച്ചു. ലോകത്തിന്റെ മായാ സ്വഭാവം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി ഞാൻ കോടതിയിലേക്കില്ല. അങ്ങനെ അദ്ദേഹം ലോകത്തിന്റെ സന്തോഷത്തെ ഉപേക്ഷിച്ചു. ദൈവസ്വരം ശ്രവിച്ച് തന്നെ പൂർണ്ണമായും ദൈവത്തിന് വിട്ടുകൊടുക്കുവാൻ തീരുമാനിച്ചു. ഇത് തന്റെ പിതാവിന് ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തതായിരുന്നുവെങ്കിലും 30-ാം വയസ്സിൽ അദ്ദേഹം വൈദികനായി. മകന്റെ ആധ്യാത്മികത വെറുത്തിരുന്ന പിതാവും ഒരിക്കൽ മകന്റെ പ്രസംഗം കേൾക്കാനിടയായി. പ്രസംഗത്തിനു ശേഷം മകന്റെ അടുത്ത് ഓടിയെത്തി മകനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തുകൊണ്ട് ദൈവത്തോട് നന്ദി പറഞ്ഞു. എനിക്ക് ദൈവത്തെ അറിയുവാൻ നിന്റെ പ്രസംഗം വളരെയേറെ സഹായിച്ചു. ഇത്ര പരിശുദ്ധവും ദൈവത്തിന് സംപ്രീതവുമായ ഒരന്തസ്സ് നീ സ്വീകരിച്ചതിനാൽ ഞാൻ അനുഗ്രഹീതനാണ്. നിന്നോടെനിക്ക് അകമഴിഞ്ഞ നന്ദിയും ബഹുമാനവുമുണ്ട്. 1731 ഫാദർ അൽഫോൺസ് രക്ഷകന്റെ സഭ സ്ഥാപിച്ചു. വളരെ കർക്കശക്കാരനായ അദ്ദേഹത്തെ സഭാംഗങ്ങൾ വെറുക്കുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. എങ്കിലും അദ്ദേഹം 1762 ദെൽഗോത്തിയായിലെ മെത്രാനാവുകയും 13 വർഷം ആത്മാക്കളുടെ രക്ഷയ്ക്കായി ശക്തമായി പ്രവർത്തിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് പരഹൃദയ ജ്ഞാനസിദ്ധിയുണ്ടായിരുന്നതുകൊണ്ട് ദുർമാർഗികളെ ശക്തമായി ശാസിക്കുകയും തിരുത്തുകയും ചെയ്തിരുന്നു. ഈ ജോലിത്തിരക്കിനിടയിലും അദ്ദേഹം 111 പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ഒരു നിമിഷം പോലും വൃഥ ചെലവഴിക്കില്ലെന്ന് വ്രതമെടുത്തിരുന്നു. വളരെയേറെ കഷ്ടതകൾ സഹിച്ചും ദൈവം തന്നെ ഏൽപ്പിച്ചിരുന്ന ജോലികൾ കൃത്യമായി ചെയ്തു തീർത്തു. 91-ാം വയസ്സിൽ തന്റെ ജോലികൾ പൂർത്തിയായി നിത്യസമ്മാനത്തിനായി ദൈവിക സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടു. 1816 സെപ്റ്റംബർ 15-ാം തീയതി വിശുദ്ധനായും 1871 മാർച്ച് 23-ാം തീയതി വേദപാരംഗതനായും ഉയർത്തപ്പെട്ടു. അദ്ദേഹം സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്നു: പഴം വേണ്ടവൻ വൃക്ഷത്തിന്റെ അടുത്തു പോവുക, ഈശോയെ വേണ്ടവർ മറിയത്തിന്റെ അടുത്തു പോവുക. നമുക്കും ഈ വിശുദ്ധന്റെ വഴിയെ വിശുദ്ധിയിലേക്കുള്ള ചുവടുകൾ വയ്ക്കുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ah
വസിക്കേ